സെമിനാരിയിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ എനിക്ക് കാഴ്ചേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കാഴ്ച കുറവുണ്ട്. പക്ഷേ ഈ രാത്രി ആകുമ്പോഴത്തേക്കും കാണാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് സിംറ്റംസൊക്കെ എക്സ്ട്രാ കാണിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനും ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കുമാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പറയണത് എന്ത് സംഭവിക്കാം. ഞാൻ കരഞ്ഞൊന്നുമില്ല, കാരണം എൻ്റെ പെങ്ങൾ കരച്ചിൽ കൂടുമെന്നുള്ളതുകൊണ്ട് എൻ്റെ കരച്ചിൽ കൂടി വന്നാൽ അവളുടെ കരച്ചിൽ കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓർഡിനേഷൻ്റെ കാർഡിൽ ഞാൻ അടിച്ചിരിക്കുന്ന വാക്യം ഇതാണ്: ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യം. ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലായിടത്തും ഉണ്ടാകും കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, അച്ഛാ സോറി കേട്ടാ, ഞങ്ങൾ ശരിക്കും വിചാരിച്ചായിരുന്നു അച്ഛന് ഭയങ്കര ജാടയാണ്, ഇത് വേണ്ടെന്നൊക്കെ. ശരിയാണ്. എന്താ പറയുക, നമ്മളിതിനെപ്പറ്റി പറയുന്നുണ്ട്, ദൈവ സ്നേഹം എന്ന് പറയുന്നുണ്ട്, ദൈവം സൗഖ്യദായകനാന്ന് പറയുന്നുണ്ട്, വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ചോദിക്കാം, അച്ഛനിപ്പോൾ വിശ്വാസമില്ലേ, വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ അച്ഛന് സൗഖ്യം കിട്ടാൻ പാടില്ലേ എന്നൊക്കെ. ഈ ദൈവം തന്ന ദാനമായിട്ടുള്ള ഈ ദൈവവിളിയോട് ഏറ്റവും വിശ്വസ്തയോട് കൂടിയിട്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ, ഈ നമ്മുടെ ഈ തന്നിരിക്കുന്ന ഈ ദൈവവിളിയിൽ എത്രമാത്രം സിൻസിയറായിട്ട് നമ്മൾ മുന്നേറുന്നോ അത്രമാത്രം പ്രസക്തി നമ്മുടെ ഈ ലൈഫിനുണ്ട്. ബഹുമാനപ്പെട്ട ദേവസി തയ്യിൽ അച്ഛനോടൊപ്പമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിലവഴിച്ചത്. അച്ഛൻ്റെ കൂടുതൽ കഥകളും വിശേഷങ്ങളും ഒക്കെ ഈ ആഴ്ച നമുക്ക് കേൾക്കാം. അച്ഛാ, നമസ്കാരം. അച്ഛൻ്റെ ഈ ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും സെമിനാരി കാലത്ത് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ? സെമിനാരിയിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു RP ആയിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. RP പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ, നല്ല ഗുമ്മായിട്ടുള്ളൊരു പേരാണ്, റെറ്റിനിറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയും. അതൊരു കണ്ണിന് വരുന്നൊരു അസുഖമാണ്, രോഗമാണ്. അപ്പോൾ 2020 ഇത് അപ്പയുടെ ഇത് നടക്കുന്നത് 2019 അപ്പം മരിക്കുന്നത്. 2020 ഈ സമയങ്ങളിലൊക്കെ എനിക്ക് കാഴ്ചേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കാഴ്ച കുറവുണ്ട്. പക്ഷേ ഈ രാത്രി ആകുമ്പോഴത്തേക്കും കാണാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് സിംറ്റംസൊക്കെ എക്സ്ട്രാ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെന്നു. അപ്പോഴാണ് അറിയണത് ഈ RP ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ ചെല്ലണത് എൻ്റെ പെങ്ങളായിട്ടാണ്. കാരണം ഞാനിത് വലിയ കെയറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അങ്ങ് പോട്ടെ. പക്ഷേ പെങ്ങൾ പറഞ്ഞില്ല, ഏട്ടാ കാണിക്കണം, എന്താണെന്നുള്ളത് നമുക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കണ്ണിൻ്റെ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ലെങ്സ് മാറ്റും, പവർ കൂട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനും ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കുമാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പറയണത് RP ആണ്. ആ ഡോക്ടർ മുഖത്തോട്ട് നോക്കിയിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞ്, ഇതിന് പ്രത്യേകിച്ച് മെഡിസിനൊന്നുമില്ല, കാഴ്ച പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വൈഡ് വിഷനൊക്കെ പയ്യെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ പയ്യെ കയറി വരാൻ സാധ്യതയുണ്ട്, ഗ്രാജുവലായിട്ട് ഇത് വേണമെങ്കിൽ ഡിക്രീസ് ആവാം, അല്ലെങ്കിൽ പയ്യെ അത് കുറഞ്ഞുകൊണ്ട് വരാം, എന്ത് സംഭവിക്കാം, പ്രത്യേകിച്ച് ഇതിന് മെഡിസിനൊന്നുമില്ല. അവിടെ ഇരുന്നാൽ എൻ്റെ പെങ്ങൾ കരയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കൊന്ന് ഭയങ്കര സങ്കടം വന്നായിരുന്നു, ഇതിന് മെഡിസിൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നായിരുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ല, കാരണം എൻ്റെ പെങ്ങൾ കരച്ചിൽ കൂടുമെന്നുള്ളതുകൊണ്ട് എൻ്റെ കരച്ചിൽ കൂടി വന്നാൽ അവളുടെ കരച്ചിൽ കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല. ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എവിടെ പോയാലും ഇതിന് മെഡിസിൻ ഇല്ല, നിങ്ങൾ എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും, അമേരിക്ക കൊണ്ടുപോയാലും UK കൊണ്ടുപോയാലും അവിടെയൊക്കെ റിസർച്ചുകൾ നടക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു രീതിയിൽ നോക്കിയപ്പോഴത്തേക്കും. ബിയോണ്ട് മെഡിക്കൽ സയൻസ് ആണല്ലോ, അപ്പോൾ ഇനി ദൈവത്തിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നത് ആ ഒരു ദിവസം മാത്രമാണ്. അന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും പെങ്ങളാണ് വണ്ടി ഓടിക്കണേ, ഞാൻ ഹെൽമെറ്റ് വെക്കണ സമയത്ത് ഞാനൊന്ന് കരഞ്ഞായിരുന്നു, അവളെ കാണിച്ചൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കരഞ്ഞിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല, നിരാശപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് കുറച്ച ബോധ്യമുണ്ട് എന്നെ നയിക്കുന്നത് എൻ്റെ ഈശോയാണെന്ന്. നമ്മൾ പറഞ്ഞില്ലേ, ഈ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ 34-ാം അധ്യായം 5-ാം വാക്യത്തിൽ, അവിടുത്തെ നോക്കിയൊരു പ്രകാശിതരായി. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പോൾ ഈ സംഭവം വരുമ്പോഴത്തേക്കും എന്ത് സംഭവം ആയിക്കോട്ടെ, നമ്മുടെ ഈ പ്രശ്നങ്ങളെയും കുറവുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ
അങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ടാവുള്ളൂ. ദൈവം എത്ര വലിയ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് എത്ര വലിയ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറയാൻ പറ്റുമ്പോഴാണ് അവിടെ ഒരു നമ്മൾ ദൈവത്തിൻ്റെ എന്താ പറയുക ആശ്രയമൊക്കെ വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ മുമ്പോട്ടുള്ള ലൈഫിൽ ഇതൊക്കെ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഈ ഒരു കാരണം മതി, ഈ RP എന്ന് പറഞ്ഞൊരു അസുഖം മതി സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. പക്ഷേ ദൈവം എന്നെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു. എൻ്റെ റെക്ടേഴ്സിലൂടെ, എൻ്റെ സഹോദരന്മാരിലൂടെ ദൈവം വീണ്ടും എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എൻ്റെ തിരുപ്പട്ടം വരെ എന്നെ ദൈവം എത്തിച്ചു. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വിടാനായിട്ട് വളരെ സിമ്പിളായിട്ട് എന്നെ പറഞ്ഞു വിടാം. പക്ഷേ ദൈവത്തിന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓർഡിനേഷൻ്റെ കാർഡിൽ ഞാൻ അടിച്ചിരിക്കുന്ന വാക്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യം. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഒരു കഴുതക്കുട്ടിയെ എടുത്തിട്ട് പറയുന്ന ഡയലോഗാണിത്. ശിഷ്യന്മാരുടെ അടുത്ത് ആ കഴുതക്കുട്ടി എടുക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിച്ചാൽ പറയണം ഇതിന് കർത്താവിന് ആവശ്യമുണ്ട്. അപ്പോൾ കഴുതയുടെ മുകളിലിരിക്കുന്ന ഈശോയുടെ ചിത്രമാണ് അവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയും എൻ്റെ മുകളിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് മുമ്പോട്ട് വളരെ ധൈര്യത്തിൽ പോവാണ്. ഏതൊരു രോഗമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഈ RP എന്ന് പറയുന്ന ഈ അസുഖം മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മിനിസ്ട്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക്, മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ തിയോളജി, ഫിലോസഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ പള്ളിയിലും സഹായിക്കാൻ പോകാറുണ്ട്. കാറ്റീസം അതിന് വേണ്ടിയിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെങ്കിൽ പെരുന്നാളുകൾ ഇതൊക്കെ നടക്കുന്നത് എന്തായാലും ഒരു രാത്രി സമയത്താണല്ലോ, ഒരു സന്ധ്യ നേരം ഇരുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര പാടാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പള്ളീൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് ചിലപ്പോൾ കൈപൊക്കി ഇങ്ങനെ ഹായൊക്കെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ബസ്സിൽ പോകുമ്പോൾ ചിലവർ അവിടെ നിന്ന് കൈപൊക്കി കാണിക്കുന്നുണ്ടാവും. ഇവരെയൊക്കെ കണ്ടാലേ നമുക്ക് തിരിച്ച് ഹായ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവരൊന്നും കാണുന്നില്ല. ഈ അടുത്തുകൂടി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ദൂരത്തു നിന്ന് കാണിച്ചിട്ടുണ്ടാവും, ഇവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഭയങ്കര ജാടയാണ്, ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര വെയിറ്റ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഞാനധികം എല്ലാവരുടെ അടുത്തും അങ്ങനെ തുറന്ന് പറയാറില്ല ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഏത് പള്ളിയിലും മിനിസ്ട്രി കഴിയുമ്പോഴത്തേക്കും അവസാനത്തെ ദിവസം നമ്മൾ നന്ദി പറയുമല്ലോ, ആ നന്ദി പറയുന്ന ദിവസം ഞാൻ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ജാടയാണ്, ഡിമാൻഡാണ്, ഇവിടെ വെച്ചൊക്കെ കണ്ടിട്ട് ഹായ് കാണിച്ചിട്ട് പോലും അച്ഛൻ തിരിച്ചു വന്ന് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറയും നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നതല്ല, കണ്ടാലല്ലേ എനിക്ക് തിരിച്ച് ഒരു ഹായ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു RP എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഇതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാനത് അങ്ങനെ വിവരിക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലായിടത്തും ഉണ്ടാകും കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അച്ഛാ സോറി കേട്ടാ, ഞങ്ങൾ ശരിക്കും വിചാരിച്ചായിരുന്നു അച്ഛന് ഭയങ്കര ജാടയാണ്, ഡിമാൻഡാന്നൊക്കെ. അപ്പം അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവർ പോലും ചിലവർക്ക് ഇത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഭയങ്കര ഡിമാൻഡിട്ട് പോവുകയാണ്, ഭയങ്കര ജാടയായിട്ട് പോകണമെന്നൊക്കെ. അങ്ങനെ കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തെ അവിടെ എത്തിയാൽ മതി. ഞാൻ സാധാരണ എവിടെയെങ്കിലും പോകണമെങ്കിൽ 1 മണിക്കൂർ നേരത്തെങ്കിലും എത്തും. കാരണം ഒരു പള്ളിയിൽ പോയാൽ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അവിടെ ചെന്നിട്ട് പള്ളീൻ്റെ ലൈറ്റ് എന്തോരം ഉണ്ടെന്ന് നോക്കണം, സ്റ്റെപ്പുകൾ എത്ര ഉണ്ടെന്ന് ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തും, പിന്നെ സക്രാരിയുടെ താക്കോൽ എവിടെയാണ്, എങ്ങനെയാണ് തുറക്കേണ്ടത്, പലയിടത്തും പല ഇതായിരിക്കും തുറക്കുന്നത്. അപ്പോൾ അതൊക്കെ നേരത്തെ പോയി ചോദിക്കും. പിന്നെ എവിടെയാണ് കാസയും ബിലാസൊക്കെ വെച്ചിരിക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അവിടെ വെച്ചിരിക്കുന്ന ക്രൂവറ്റ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ നേരത്തെ പോയിട്ട് എല്ലാം ഒന്ന് നോക്കി പഠിക്കും.
ഇനിയിപ്പോൾ അവിടെ വല്ല നൊവേനും ഉണ്ട് ലതീനൊക്കെ ഉണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. കാരണം ഞാൻ ടാബ് നോക്കിയാണ് ചെല്ലുന്നത്. കാരണം എല്ലായിടത്തും ഒരേ വെട്ടം ഇരിക്കില്ല. അപ്പോൾ കാരണം ടാബിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കുർബാനയെല്ലാം ഞാൻ അതാത് കാലത്തിനനുസരിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നൊവേനകളൊക്കെ ഓരോ പള്ളിയിലും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നേരത്തെ ചെന്ന് ഞാൻ ഇതൊക്കെ ലെങ്സ് വെച്ചിട്ട് സ്കാൻ ചെയ്തെടുത്ത് ടാബിൽ കയറ്റി എഡിറ്റ് ചെയ്ത് എന്താ പറയുക, നമ്മൾ പറഞ്ഞാൽ ഈ കസ്റ്റമൈസ്ഡ് തിരുക്കർമ്മങ്ങൾ ഓരോ പള്ളിക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തിരി നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. കുറച്ചുകൂടി നേരത്തെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നേരത്തെ പോകുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനത്തെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് അങ്ങനെ തളർച്ചയെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും റീൽസ് സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളപ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില റീൽസ് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഭയങ്കര ഒച്ചപ്പാട്, ബഹളം. ഇനിയിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രൊഡ്യൂസ് ആവുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു റീലുണ്ടാവും. ചിലപ്പോൾ എത്രമാത്രം ഇതുപോലെ തടസ്സങ്ങൾ വരുന്നോ ചിലപ്പോൾ അതിനേക്കാൾ ഏറെ എഫക്റ്റുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ അതിനപ്പുറം ഒരു റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ കുറവുകളുണ്ടെങ്കിലും എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ദൈവത്തിൻ്റെ കൃപകൾ എന്നിൽ നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ദൈവത്തിൻ്റെ കൃപകൾ ഒരു സ്ഥലത്തൊരു കുറവുണ്ടെങ്കിൽ മറ്റ് സ്ഥലത്ത് ദൈവം എന്നെ കൃപകളും നിറയ്ക്കുന്നുണ്ട്, ഓരോ സമയത്തും എന്നെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൊള്ളണമെങ്കിൽ അതെൻ്റെ കഴിവല്ല, നമ്മുടെ വാക്കിൻ്റെ കഴിവൊന്നുമല്ല, അത് ദൈവം തന്നെ ഇടപെടണം, അല്ലാതെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ദൈവത്തിനാണ് അല്ല മഹത്വം ദൈവത്തിന് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അച്ഛാ, ഈശോ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ലുദ്ധരിച്ചുകൊണ്ട് നീ അവിടെ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിൻ്റെ ഗ്രാമത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ, അച്ഛൻ ഇത്രയും സുവിശേഷം പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജീവിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് അച്ഛൻ്റെ ഈ രോഗം എന്തുകൊണ്ട് സുഖപ്പെടുന്നില്ല, അച്ഛനങ്ങ് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താൻ മേലെ, അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചിന്തിക്കാൻ മേലെ? ശരിയാണ്. എന്താ പറയുക, നമ്മളിതിനെപ്പറ്റി പറയുന്നുണ്ട്, ദൈവസ്നേഹം എന്ന് പറയുന്നുണ്ട്, ദൈവം സൗഖ്യദായകനാന്ന് പറയുന്നുണ്ട്, വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ചോദിക്കാം, അച്ഛനിപ്പോൾ വിശ്വാസമില്ലേ, വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ അച്ഛനെ സൗഖ്യം കിട്ടാൻ പാടില്ലേ എന്നൊക്കെ. എൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റൊരു തരത്തിലാണ്. നമ്മൾ വിശ്വാസത്തോടുകൂടി എല്ലാം അങ്ങ് പ്രാർത്ഥിച്ച് മാറ്റുക എന്നുള്ളതല്ല. ആവിലയിൽ അമ്മ തെരേസ പറയുന്നൊരു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു കാര്യമുണ്ട് പ്രാർത്ഥനയെപ്പറ്റി. അതെങ്ങനെയാണ്? പ്രാർത്ഥന എന്ന് പറയാനുണ്ടല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഈ രോഗങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു ഭാണ്ഡക്കെട്ടാണ്. ഇതെല്ലാം മാറ്റിത്തരണമേ എന്നുള്ളതല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, മറിച്ച് ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ ആവുന്ന ഈ ഭാണ്ഡക്കെട്ട് താങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നല്ല നട്ടൽ തന്നെ എന്നുള്ളതാണ് പ്രാർത്ഥന. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് തന്നെ ഇത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവമേ ഇതൊക്കെ നിൻ്റെ ഹിതമെങ്കിലും മാറിപ്പോട്ടെ, അല്ലെങ്കിൽ ഇത് ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നല്ല കരുത്ത് തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ചെറുപ്പത്തിൽ ഇത് റെക്കഗ്നൈസിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആരാധനക്കൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കും, ദൈവമേ കാഴ്ച തന്നെ. കുറച്ച് നേരമൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണടക്ക് ഊരി വെച്ചിട്ട് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും, കണ്ണ് ശരിയായ? ഇല്ല, ശരിയായിട്ടില്ല. ഇതുപോലെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ധ്യാനത്തിന് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാനിങ്ങനെ സ്പെക്സ് മാറ്റിയിട്ട് നോക്കും, ഭയങ്കര പ്രത്യാശയോടുകൂടി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കും, എല്ലാം റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കും. ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല. രണ്ട് തരത്തിൽ അത്ഭുതമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ രോഗങ്ങൾ മാറ്റി കഴിയുമ്പോഴത്തേക്കും മാറിപ്പോകുമ്പോൾ, നമ്മുടെ ഈ രോഗങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥ നമ്മൾ അത്ഭുതം എന്ന് വിളിക്കും. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഈ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രത്യാശയോടുകൂടി അങ്ങ് മുമ്പോട്ട് പോവാണ്. നമ്മുടെ ലൈഫ് വഴി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, സ്റ്റിൽ ഐ ട്രസ്റ്റ് ഇൻ മൈ ഗോഡ്. ചോസൺ വെബ് സീരീസിൽ ഭയങ്കര സൂപ്പർ ഒരു സീനുണ്ട്. നമ്മുടെ ലിറ്റിൽ ജെയിംസ് ഈശോയുടെ അടുത്ത് വരികയാണ്. ലിറ്റിൽ ജെയിംസിന് ചെറിയൊരു മുടന്തുണ്ട്. അപ്പോൾ ഈ മുടന്തം വെച്ചുകൊണ്ട് ലിറ്റിൽ ജെയിംസ് ഈശോയുടെ അടുത്ത് വന്ന് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്, ഈശോയെ നോക്കിക്കേ, ഈ മുടന്തുള്ള കാലം വെച്ചുകൊണ്ടാണ് ഞാൻ നിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ അവരുടെ രോഗം സുഖപ്പെടുത്താൻ പോണത്. അവർ എന്നെ നോക്കി കളിയായിക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യം നീ പോയിട്ട് നിൻ്റെ മുടന്ത് ശരിയാക്കുക. നീ ഈ സൗഖ്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, ആദ്യം നീ പോയി നിൻ്റെ കാല് സുഖപ്പെടുത്തിയിട്ട് പോവാ. ഈശോയെ ഒത്തിരി എന്താ പറയുക, കളിയാക്കൽ പരിഹാസങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. നിനക്കൊന്ന് സൗഖ്യപ്പെടുത്തിക്കൂടെ? ഒന്ന് തൊട്ടാൽ പോരെ? നിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, നിൻ്റെ വാക്ക് മതി, നിൻ്റെ ഒരു സ്പർശം മതി ഞാൻ സുഖം പ്രാപിക്കാനായിട്ട്. എന്തി ഒന്ന് സുഖപ്പെടുത്തിയാൽ ഇന്ന് ഭയങ്കര സങ്കടോടി ചോദിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഈശോയും വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവനോട് പറയാണ്, ലിറ്റിൽ ജെയിംസെ, നീ നിൻ്റെ ഈ മുടന്തുള്ള കാലും വെച്ചുകൊണ്ട് പ്രഘോഷിക്കുന്നുണ്ടല്ലോ, നീ സൗഖ്യപ്പെട്ട 2 കാലും വെച്ച് പ്രഘോഷിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് എഫക്റ്റാണ് നീ ഇതും വെച്ചിട്ട് ദൈവം സ്നേഹമാണ്, ദൈവം സൗഖ്യദായകനാണെന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനും അതേ ലൈനിൽ ചിന്തിക്കുന്ന ആൾ തന്നെയാണ്. പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ദൈവമേ, ഇത് നിൻ്റെ ഹിതമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ പോകാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്, പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഈ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറൊന്നുമില്ല, ഇത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഇത് വെച്ചുകൊണ്ട് തന്നെ ദൈവത്തിനെ പ്രഘോഷിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ എല്ലാം ജീവിതത്തിൽ സ്മൂത്തായിട്ട് നമ്മൾ പറയാണ്, ദൈവം ഈ പ്രശ്നങ്ങൾ ഇടപെടും, കുഴപ്പമില്ല, അതില്ല ഇതില്ലെന്ന് പറയാണ്. പക്ഷേ നമ്മുടെ ഈ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയാണ്, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, മുമ്പോട്ട് പോവുക. അതിന് എഫക്റ്റ് വേറെയാണ്. അത് നമ്മുടെ ലൈഫിൽ നിന്നാണ് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒത്തിരി അത്ഭുതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ല. ഇങ്ങനൊരു അത്ഭുതമായിട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഈ കുറവുകളും വെച്ചുകൊണ്ട്, ഈ കാഴ്ചയും വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ, അത് തന്നെയാണ് എനിക്ക് ആഗ്രഹം. തീർച്ചയായിട്ടും ദൈവത്തിന് ഹിതമെങ്കിൽ സൗഖ്യപ്പെടുത്തട്ടെ, അല്ലാതെ സുഖപ്പെട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം, സുഖപ്പെട്ടാൽ സന്തോഷം, അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. വിശ്വാസം നമ്മൾ അങ്ങനെയല്ലല്ലോ, ഈ ചോദിക്കാൻ അപ്പം തന്നെ കിട്ടും, അത് കഴിയുമ്പോഴത്തേക്ക് നന്ദി പറഞ്ഞ് പോകുന്നു, വീണ്ടും അടുത്തതിന് വരുന്നു. അതിൻ്റെ അപ്പുറം നമ്മൾ പോകണം. എന്തൊക്കെ വന്നാലും ഈ സങ്കീർത്തന പുസ്തകം 23-ാം 4-ാം വാക്യത്തിലും വാക്യമുണ്ട്. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് അതാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ പോണെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണം നമ്മൾ കൺഫ്രണ്ട് ചെയ്താൽ പോലും ഈശോ കൂടെ എന്തിനാണ് നമ്മൾ പേടിക്കണം? അതുപോലെ തന്നെയാണ് ഈ ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം 17-ാം വാക്യമുണ്ട്. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ആലയിൽ ആട്ടിൻപറ്റം ഇല്ലാതായാലും, ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാണ്ടായാലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. എനിക്ക് കൂടിച്ചേർക്കാനുള്ളത് ഇതാണ്. എൻ്റെ കാഴ്ച കുറഞ്ഞു പോയാലും, എൻ്റെ കാഴ്ച ഇല്ലാണ്ടായാലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വൈദികൻ, അങ്ങനെ ഒരാളുണ്ടോ? റോൾ മോഡലായിട്ട് കാണുന്നത് ജെയിംസ് തുരുത്തിക്കര എന്ന് പറയുന്ന അച്ഛനാണ്. പണ്ട് എൻ്റെ കൊച്ചച്ഛനായിട്ട് എൻ്റെ പള്ളിയിൽ വന്ന അച്ഛനാണ്. അച്ഛൻ്റെ ലൈഫ് ഒരു ഫ്രാൻസിസ്കൻ അല്ലെങ്കിൽ ഒരു കപ്പൂച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ അച്ഛനിലാണ്. അച്ഛൻ്റെ വളരെ സിമ്പിൾ ലൈഫ് സ്റ്റൈലായിരുന്നു. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ അന്ന് പള്ളിയിലോട്ട് കയറി വന്നത് തന്നെ ഒരു കുഞ്ഞ് ബാഗും പിടിച്ചുകൊണ്ടാണ്. ഞങ്ങളത് അച്ഛനാണെന്ന് മനസ്സിലായില്ല, പുതിയ അച്ഛനാണെന്ന് മനസ്സിലായില്ല. അച്ഛൻ വന്നിട്ടാണ് പറഞ്ഞത് ഞാനാണ് പുതിയ കൊച്ചച്ഛൻ. അന്ന് തൊട്ട് അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ സിമ്പിളായിരുന്നു. ഒരു ഫ്രാൻസിസ്കൻ ടച്ചുള്ളൊരു ലൈഫാണ്. അച്ഛൻ എന്താ പറയുക, അച്ഛൻ കൂടുതൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ അച്ഛൻ്റെ ആ ഒരു പ്രസൻസും അച്ഛൻ്റെ ആ ഒരു ജീവിതമൊക്കെ എനിക്ക് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അച്ഛനെ ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് കൊണ്ടുവന്നത് അച്ഛൻ്റെ ഒരു സുഹൃത്താന്ന് പറഞ്ഞല്ലോ. ആള് സെമിനാരിയിൽ നിന്ന് പോയി, ഇപ്പം ആളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? എങ്ങനെ പോകുന്ന ബന്ധം? കോണ്ടാക്ട് ഉണ്ട്. അവനായിട്ട് ഇപ്പോഴും നല്ല കൂട്ടാണ്. ഇപ്പോഴും നമ്മുടെ ചങ്കായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബറിൽ അവൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് അവനെ കുദാശ കെട്ടിക്കാനൊക്കെ ആയിട്ട് പോണത്.
അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവനിപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്ത് കാര്യത്തിനും വിളിച്ചാൽ എത്താനായിട്ട് അവനുണ്ട്. കുറച്ച് ഗ്യാങ് ഉണ്ട് അന്നോട്ടുള്ള, ഞാൻ പറഞ്ഞ അന്നോട്ടുള്ള ആ ഒരു ഗ്യാങ് ഇപ്പോഴും ഞാനില്ലെങ്കിലും വീട്ടിലും കാര്യത്തിലൊക്കെ അവരുണ്ട്. വിളിപ്പുറത്തെത്തുന്ന ഏത് വാതിരാക്കി വിളിച്ചാലും എത്തുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെടുന്ന കുറച്ച് പേരാണ്. അച്ഛാ, പൗരോഹിത്യവും സന്യാസവും ഒക്കെ ഇപ്പം ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു പരിധി വരെ അവഹേളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ദൈവവിളി ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ പോലും അതിലേക്ക് മുന്നിട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ തന്നെ അവരെ ആ ഒരു വിളിയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛൻ്റെ ഈ ജീവിതം മുൻനിർത്തി അങ്ങനെ ആഗ്രഹമുള്ള എന്നാൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? നമ്മൾ ഈ പണ്ടത്തെ പോലെ പക്ഷേ ഇത് അമ്മയുടെ അടുത്ത് വന്ന് മാലാഖ പറഞ്ഞ പോലെ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ വന്ന് അല്ലെങ്കിൽ നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്ന പോലെ ഒരു മാലാഖ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണമെന്നില്ല ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട്, ഇതാണ് നിൻ്റെ ദൈവവിളി എന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ ചില മനുഷ്യരിലൂടെ ആയിരിക്കാം, ചില പുസ്തകങ്ങളിലൂടെ ആയിരിക്കാം, ചില സിനിമകളിലൂടെ ആയിരിക്കാം, ഇങ്ങനെ പലരിലൂടെയും ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒരു +1 +2 സമയത്ത് ഡിഗ്രിയുടെ സമയത്തൊക്കെ എന്താ പറയുക മാറി നടന്നൊരു മനുഷ്യനാണ്. ഇതാണെന്നറിഞ്ഞിട്ടും എസ്കേപ്പ് ചെയ്ത് നടന്ന ആളാണ്. പക്ഷേ ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കൊണ്ടുവന്നിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മുടെ ഒരു റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇന്ന് തുടങ്ങിയതൊന്നുമല്ലല്ലോ. സഭ എന്നോട്ട് ഉണ്ടോ അന്ന് തൊട്ട് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള സമയത്താണ് ഏറ്റവും കരുത്തുള്ള ദൈവവിളികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല എന്താ പറയുക, ഒത്തിരി എണ്ണമല്ല, ഈ സമയത്ത് വരുന്നവർ അത്രയും ബോധ്യത്തോട് വരുന്നവരാണ്, അത്രയും കരുത്തുള്ളവരായിരിക്കും എന്ന് എനിക്ക് കുറച്ച് ബോധ്യമുണ്ട്. പിന്നെ ഈ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ വിട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത്, അവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ദൈവം ഈ മക്കളെ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സമ്മാനമായിട്ടാണല്ലോ. അപ്പോൾ ഈ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്ന മക്കളെ ദൈവത്തിന് അനുസൃതമായിട്ട് ജീവിക്കാനായിട്ട് വിടേണ്ടതും ഈ മാതാപിതാക്കളുടെ കടമയാണ്. ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഓർത്ത് നമ്മൾ അവരെ വീട്ടിൽ ഇരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ പുറത്തു പോകുന്നവരുണ്ട്, എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് വിടാനായിട്ട് മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എത്രയൊക്കെ അകന്നു പോയാലും ദൈവം പിടിച്ചു കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ ദൈവം തന്ന ദാനമായിട്ടുള്ള ഈ ദൈവവിളിയോട് ഏറ്റവും വിശ്വസ്തയോട് കൂടിയിട്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ തന്നിരിക്കുന്ന ഈ ദൈവവിളിയിൽ എത്രമാത്രം സിൻസിയറായിട്ട് നമ്മൾ മുന്നേറുന്നോ അത്രമാത്രം പ്രസക്തി നമ്മുടെ ഈ ലൈഫിനുണ്ട്. ഈ സമൂഹത്തിലും ഇപ്പോഴും സന്യാസത്തിനും വൈദികർക്കുമൊക്കെ ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ അവസാനം വരെ ഈ ബലിപീഠം കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ക്ലാര പുണ്യവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പുണ്യവതിയെ പിടിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നാട്ടുകാരും അതുപോലെ ബന്ധുക്കളൊക്കെ വരികയാണ്. പ്രഭുകുടുംബത്തിലെ ആളാണല്ലോ ഈ ക്ലാര പുണ്യവതി. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ക്ലാര പുണ്യവതി ചെയ്ത ഒരു കാര്യമുണ്ട്. ക്ലാര പുണ്യവതി ചെന്നിട്ട് ഈ ബലിപീഠത്തെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ആ ഗ്രന്ഥകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു അമ്മ എങ്ങനെയാണ് ഒരു കൊച്ചിനെ അള്ളിപ്പിടിച്ചിരിക്കുന്നുവോ അതുപോലെ ക്ലാര പുണ്യവതി ഈ ബലിപീഠത്തെ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഈ ബലിപീഠത്തെ അള്ളിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാൻ പറ്റും. അതിനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ടാണ് ഞാനും ഈ പ്രാർത്ഥിക്കുന്നത്. അച്ഛാ, ഒരുപാട് നന്ദി. ഇത്രയും സമയം ഗുഡ്നസ് ടിവിയുടെ ചോസൻ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിനും അച്ഛൻ്റെ ജീവിതത്തിലൂടെ പഠിച്ച നല്ല പാഠങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. ജീവിതത്തിൻ്റെ മാസ്മരികതകൾക്ക് മുമ്പിൽ കണ്ണുമങ്ങാതെ പ്രത്യാശാപൂർവ്വം പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാതെ ഈശോയിലേക്ക് നോക്കി ജീവിക്കാനുള്ളൊരു പാഠമാണ് അച്ഛൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത്. അച്ഛനോടൊപ്പമുള്ള ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരു തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തോടൊപ്പം നമുക്ക് കണ്ടുമുട്ടാം. ചോസൻ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.